ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു AC ബൈയിങ് ഗൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുള്ളി പോയിന്റ്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഹോം യൂസിനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിലേക്ക് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഡെയിലി ചൂട് കൂടി വരിക. അപ്പോൾ രാത്രി ഒന്നും ഒരു രക്ഷയില്ല, ഉറങ്ങാൻ പോലും പറ്റില്ല നമുക്ക് AC ഒന്നും ഇല്ലെങ്കിൽ. ജമ്മാരി ചൂടും ഒരു രക്ഷയില്ല. ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞ് ചൂട് കാറ്റൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ റൂമൊക്കെ മുകളിലത്തെ റൂമില്ല. അപ്പോൾ ഒരു ഉച്ചയ്ക്കൊന്നും ഒരു രക്ഷയില്ല. നമുക്ക് AC ഇല്ലാണ്ട് ഒരു രക്ഷയില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനും AC ഇട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ പോരാത്ത നമ്മൾ വീഡിയോ എടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് വരും അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ AC മാറ്റാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എൻ്റെ AC ഇപ്പോൾ ഇത് ഫോർബ്സിൻ്റെ AC ആണ്. ഇത് ഓൾമോസ്റ്റ് 6 കൊല്ലമായി. പക്ഷേ ഇത് കേടാവുന്നതായിട്ടില്ല. പക്ഷേ ഇവിടെ എലി ശല്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൽ എലി കയറിയിട്ട് ഇനി കടിക്കാൻ ബാക്കിയൊന്നുമില്ല. അമ്മാരി കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കംപ്ലൈൻറ്റ് വന്നായിരുന്നു. ഒരു വർഷം ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മാറ്റേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ AC വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കണം. അത് നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചാലായിക്കോട്ടെ, ഓഫ്ലൈൻ വാങ്ങിച്ചാലായിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബെസ്റ്റ് ഡീൽ കിട്ടുന്നത് അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. അതൊരു ഇഷ്യൂള്ള സംഭവമല്ല. ഞാൻ ആക്ച്വലി നോക്കി വെച്ചേക്കുന്നത് ആമസോണിൽ നിന്ന് തന്നെയാണ്. നമുക്കതിൽ എക്സ്ചേഞ്ച് ഓഫറും ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ AC കയ്യിൽ 5000 സംതിങ് കണ്ട് കാണിക്കുന്നുണ്ട്. ഏത് ബ്രാൻഡായാലും അത് നോക്കണമെന്നില്ല അവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാമെന്ന് തിരിച്ചിരിക്കുന്നത്. ഞാൻ നോക്കിക്കുന്നത് പാനസോണിക് തന്നെയാണ്. എന്താ വെച്ചാൽ എൻ്റെ ഓൾറെഡി പാനസോണിക്കിൻ്റെ ഇവിടെ വീട്ടിലൊരാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പുതിയ മോഡൽ പോകുന്നുണ്ട്. ഇപ്പോൾ പാനസോണിക് അറിയായിരിക്കും നിങ്ങൾക്ക് സ്മാർട്ട് AC ആണ് പാനസോണിക്കിൻ്റെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, GHH വേൾഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളതിൽ ടെക് ന്യൂസും അതുപോലെ തന്നെ മൂവി ന്യൂസ്, അതുപോലെ തന്നെ എന്താ പറയുക കറണ്ട് അഫയേഴ്സ്, അതുപോലത്തെ അങ്ങനത്തെ കുറേ ന്യൂസും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മൾ ഇടാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയ ചാനലാണ്, 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടണ്ണേജ് നോക്കി വാങ്ങിക്കലാണ്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ AC-യിൽ 0.5 ടണ്ണ്, ഇപ്പോൾ 0.5 ടണ്ണൊന്നുമില്ല. ഇപ്പോൾ മിനിമം 1 ടണ്ണിലൊക്കെ വരുന്നത്. 1 ടൺ ഉണ്ട്, 1.5 ടൺ ഉണ്ട്, 2 ടൺ ഉണ്ട്, 2.5 ടൺ ഉണ്ട്. അങ്ങനെ കുറേ എന്താ പറയുക ഇതുപോലെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് കുറേ AC-കളുണ്ട്. നമുക്ക് ആപ്റ്റായിട്ടുള്ള കറക്റ്റ് AC നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അതിൽ കൊണ്ട് എനർജി എഫിഷ്യൻസി, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കാനുള്ള ഭയങ്കരമായിട്ട് ഇത് ഒരു വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നോർമലി AC കമ്പനീസ്കാരൊക്കെ പറയുന്നത് നമുക്ക് 120 സ്ക്വയർ ഫീറ്റിൻ്റെ റൂം, ഒരു 125 ആയാലും കുഴപ്പമില്ല, ആ റേഞ്ചിലൊക്കെ വരുന്ന റൂമാണെങ്കിൽ നമുക്ക് 1 ടൺ AC മതി. ഇപ്പോൾ ഒരു 130 എബോ നമുക്ക് സ്ക്വയർ ഫീറ്റ് നമ്മുടെ റൂമിനുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ എന്തായാലും 1.5 ടണ്ണിൻ്റെ AC വയ്ക്കണമെന്നാണ് ആക്ച്വലി കമ്പനി പറയുന്നത്. കമ്പനി റെക്കമെൻഡ് ആയിട്ടുള്ള അത് എക്സ്പേർട്ട് റെക്കമെൻഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ശരിക്കും എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വീട്ടിൽ താഴത്തെ റൂമിൽ ആക്ച്വലി എൻ്റെ സെയിം റൂമിൻ്റെ സൈസിൽ നമുക്ക് ഒരു 1 ടണ്ണിൻ്റെ AC ആയിരുന്നു. എൻ്റെ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 140 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതിൽ 1 ടൺ AC വെച്ചപ്പോൾ എൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഞാൻ വെച്ചേക്കുന്നത് 1.5 ടണ്ണിൻ്റെ AC ആണ്. അപ്പോൾ ഈ AC റൂം തണുപ്പിക്കാൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ മാക്സിമം എടുക്കുള്ളൂ, അത് ഭയങ്കര ചൂടാണെങ്കിൽ. പക്ഷേ താഴത്തെ AC ഈ സെയിം സിറ്റുവേഷൻ ഈ സെയിം ടെമ്പറേച്ചറിലേക്ക് എത്താൻ ഒരു 25-26 എത്തിക്കാൻ താഴെ എടുക്കുന്ന ടൈം 15 മിനിറ്റ്സിൻ്റെ എബോവ് ആണ്. അപ്പോൾ ആ ഇനീഷ്യൽ ടൈമിംഗ് ഉണ്ടല്ലോ, ആ ടൈമിലാണ് ആക്ച്വലി AC കൂടുതൽ ലോഡ് വലിക്കുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വലിക്കുക. അപ്പോൾ ഈ സാധനം ഇത് നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് AC-യുടെ വർക്കിംഗ് അറിയേണ്ടിരിക്കും. AC ഹോട്ട് എയർ പുറത്തേക്ക് വലിച്ചെടുത്തിട്ടാണ് നമുക്ക് കൂൾ എയർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്രസർ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ റൂമിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫുൾ ലോഡ് എടുത്ത് പ്രവർത്തിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ കപ്പാസിറ്റി ഫുൾ ലോഡിലായിരിക്കും എഴുതുന്ന വരും. അപ്പോൾ അതിൽ 20 മിനിറ്റൊക്കെ ചിലപ്പോൾ ഫുൾ ലോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻവെർട്ടർ AC-യുടെ ഗുണം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻവെർട്ടർ AC എന്ന് പറയുമ്പോൾ റൂം തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രസറിൻ്റെ കപ്പാസിറ്റി കുറച്ച് അതിങ്ങനെ ഇപ്പോൾ ആ ഒരു ഏറ്റവും ചെറിയ ലിമിറ്റിൽ പോയി ഇങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ നോർമൽ AC ഇൻവെർട്ടർ AC-യുടെ ഗുണം തന്നെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ AC-യുടെ ഗുണമൊന്നും കിട്ടില്ല കേട്ടോ. വേറെ കുറച്ച് പോയിന്റ്സുകളുണ്ട്, നമ്മൾ എന്തായാലും പറയാം. അപ്പോൾ നിങ്ങൾ റൂമിൻ്റെ സൈസ് കറക്റ്റ് നോക്കിയിട്ട് വേണം ഈ AC വാങ്ങിച്ച് വെക്കാൻ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റൂം ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലാണ്, ഡയറക്റ്റ് വെയിലടിക്കുന്ന നിങ്ങളുടെ ടോപ്പ് ഫ്ലോറിൽ ഡയറക്റ്റ് വെയിലടിക്കുന്ന ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് 1 ടൺ AC വെക്കാണ്ടും നല്ലത് 1.5 ടൺ AC വെക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ അത്രയും ചൂടുണ്ടായിരിക്കും. അപ്പോൾ AC-ക്ക് അത്രയും ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ ലോഡ് കൂടുമ്പോൾ ഇനീഷ്യൽ ഇലക്ട്രിസിറ്റി യൂസേജ് കൂടും. അപ്പോൾ അതാണ് വൺ ഓഫ് ദ മെയിൻ പോയിന്റ്.
അടുത്തതാണ് നമ്മുടെ സ്റ്റാർ റേറ്റിംഗ്, എനർജി കൺസപ്ഷൻ്റെ സ്റ്റാർ റേറ്റിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ശരിക്കും ഇത് ഇവർ ടെസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു കൺട്രോൾഡ് എൻവിറോൺമെൻറ്റിലാണ്. അപ്പോൾ ശരിക്കും അത് ഹോം യൂസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ളി കറക്റ്റ് ആവില്ല, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ മെയിനായിട്ട് നമുക്ക് വരുന്നത് 3 സ്റ്റാറും 5 സ്റ്റാറാണ്, പിന്നെ 4 സ്റ്റാർ വരുന്നുണ്ട്. 2 സ്റ്റാർ 1 സ്റ്റാർ ഒന്നും ഇപ്പോൾ വരുന്നില്ല, ഇപ്പോൾ പണ്ടൊക്കെ വരാറുണ്ട്, ഇപ്പോൾ ഒന്നും വരുന്നില്ല. അപ്പോൾ നോർമലി നിങ്ങളൊരു ഹോം യൂസിനാണെങ്കിൽ അതും നിങ്ങളുടെ AC നിങ്ങൾ മിനിമം ഒരു 6 മണിക്കൂർ 6 to 7 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 സ്റ്റാർ മതി, അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആണെങ്കിലും 3 സ്റ്റാർ മതി. പക്ഷെ അതിന് മുകളിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, അതായത് കണ്ടിന്യൂസ്ലി 7 hours അബോ അല്ലെങ്കിൽ 8 hour 9 hour ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ രാത്രി ഇപ്പോൾ നമ്മൾ 10 മണിക്ക് രാത്രി ഇട്ടിട്ട് കാലത്ത് 7 മണി വരെയൊക്കെ നമ്മൾ AC ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 5 സ്റ്റാർ ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഇൻവെർട്ടർ ACയുടെ നിങ്ങൾക്ക് ഫുള്ളി അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ആ AC കുറേ നേരം ഓടണം, കണ്ടിന്യൂസ് ആയിട്ട് ഓടണം, എന്നാലേ ഇൻവെർട്ടർ ACയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടൈം എത്ര യൂസ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് മാത്രം ഈ 3 സ്റ്റാറും 5 സ്റ്റാറും നോക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ 7 ഹവേഴ്സിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 5 സ്റ്റാർ വേണം. 5 സ്റ്റാർ എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ 7 ഹവറിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാർ മതി. ഒരു 2 മണിക്കൂറൊക്കെ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 1 സ്റ്റാർ ആയാലും 2 സ്റ്റാർ ആയാലും മതി. പക്ഷേ അത് കിട്ടാൻ അപ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് വാങ്ങിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി 2 മെയിൻ പോയിന്റ്സുകൾ പറഞ്ഞു. ഇനി വരുന്നത് നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ 2024 ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ന്യൂ ടെക്നോളജി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇപ്പോൾ ACയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ 2024 എന്തായാലും AC വാങ്ങിക്കുമ്പോൾ ഈ മിനിമം ഈ നമ്മൾ പറയാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്തായാലും നിങ്ങളുടെ ACയിൽ വേണം കേട്ടോ. അതിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റമാണ്. ഇപ്പോൾ ആൻറ്റിവൈറസ് ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതായത് നമുക്ക് എയർ ഫിൽറ്ററൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക എയർ പ്യൂരിഫയർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എയർ ഫിൽട്രേഷൻ ഒക്കെ ഉള്ളപ്പോൾ AC അവൈലബിൾ ആണ്. അത് മിക്ക എല്ലാ ബ്രാൻഡുകൾക്കും അവൈലബിൾ ആണ്. അപ്പോൾ മിനിമം നല്ലോണം എയർ ഫിൽട്രേഷൻ ഉള്ള AC മാത്രം നോക്കി തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പാനസോണിക്കിൻ്റെ ACയിലൊക്കെ നമുക്ക് ആൻറ്റിവൈറസ് എയർ ഫിൽട്രേഷൻ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫിൽറ്ററുമ്പോൾ നമുക്കൊരു ആൻറ്റിവൈറസ് കോട്ടിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അതുപോലെ അത് കുറേ ബ്രാൻഡുകൾ കുറേ പേര് വെച്ച് പറയുന്നുണ്ട് സംഭവം തന്നെ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു ഫീച്ചറാണ് സ്മാർട്ട് ഫീച്ചർ. നിങ്ങൾക്ക് പറയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പാനസോണിക്കിൻ്റെ പ്രൊമോഷൻ സംഭവം അല്ല കേട്ടോ. ഞാൻ ഓൾറെഡി അതിൻ്റെ യൂസറാണ്, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നതാണ്. അതിൻ്റെ ആപ്പിൽ നമുക്ക് മിറായി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് അവർക്ക്. അതിൽ നമുക്ക് എനർജി കൺസപ്ഷനും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര വലിയ ഫീച്ചറാണ്. അതുപോലെ തന്നെ ഗൂഗിൾ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം, ആമസോണിൻ്റെ എന്താ പറയുക അസിസ്റ്റൻ്റ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ 2024 ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഡിവൈസുകളാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മിനിമം ഈ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാട്ടെ. ഇത് പാനസോണിക്കിന് മാത്രമൊന്നുമല്ല, അപ്പോൾ നമുക്ക് സാംസങ്ങിൽ വരുന്നുണ്ട് സ്മാർട്ട് ഫീച്ചേഴ്സ്, LGയിൽ വരുന്നുണ്ട് സ്മാർട്ട് ഫീച്ചേഴ്സ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് നമുക്ക് വേറെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ, വോൾട്ടാസും ബ്രാൻഡ് സംഭവമൊന്നും പൊട്ടയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് സർവീസ് ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ വോൾട്ടാസ് എൻ്റെ അമ്മ എന്താ പറയുക എൻ്റെ തറവാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പക്ഷേ സാധനം കംപ്ലയിൻറ്റ് സംഭവമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ സംഭവങ്ങളൊക്കെ വന്നവരെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വരികയില്ല. പിന്നെ നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ അവിടുത്തെ ലോക്കൽ ഏതെങ്കിലും ഇലക്ട്രീഷ്യനെ വിളിച്ച് നോക്കേണ്ടി വരും. അത് അങ്ങനത്തെ ഒരു കുഴപ്പമാണ് എനിക്ക് വോൾട്ടാസിൽ ഫീൽ ചെയ്ത് കേട്ടോ. എന്താ വെച്ചാൽ റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ നമ്മുടെ മിക്ക ഏരിയയിലും നമുക്ക് എലി ശല്യം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ എലിയൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് ഒരു സർവീസ് എഞ്ചിനീയറിനെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഇത് സർവീസ് ഇല്ലാത്ത സമയത്ത് പണി കിട്ടിയാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ആഴ്ചയൊക്കെ ചിലപ്പോൾ AC ഇല്ലാണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും സർവീസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാനസോണിക്കും LGയും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയ്ക്കിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. ഡെയ്ക്കിന് നല്ല കിടിലൻ ബ്രാൻഡ് തന്നെയാണ്, ജപ്പാനീസ് ബ്രാൻഡ് തന്നെയാണ് പാനസോണിക് പോലെ തന്നെ. LG പക്ഷേ കൊറിയനാണ്, അത്യാവശ്യം നല്ലതാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് മിസ്തുബിഷി, അതുപോലെ തന്നെ ജനറൽ, ഇതൊക്കെ പക്ഷേ പാനസോണിക് തന്നെയാണ്. പക്ഷേ ഇത് ആക്ച്വലി ഹോം യൂസേഴ്സിന് റെക്കമെൻഡഡ് അല്ല. എന്താ വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവരുടെ നിങ്ങൾക്കറിയാം നോർമലി നമുക്ക് AC വാങ്ങിക്കുമ്പോൾ ഒരു 1 മീറ്റർ സംതിങ് അതിൻ്റെ കോപ്പർ പൈപ്പ് ഒക്കെ ഫ്രീ ഉണ്ട്. പക്ഷേ മിസ്തുബിഷി ഒന്നും അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. 1 മീറ്റർ പോലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ചാർജ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിസ്തുബിഷി ഒന്ന് റെക്കമെൻഡ് ചെയ്തത്. അല്ലാണ്ട് ബ്രാൻഡ് പൊട്ടയുടെ അല്ലാണ്ട്. അത് കുറേ പേര് ഇത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. മിസ്തുബിഷിയുടെ ഒക്കെ കിടലൻ സാധനമാണ്. നിങ്ങൾക്കറിയാം മിസ്തുബിഷിയുടെ ബ്രാൻഡൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. കാറൊക്കെ ഉണ്ടെന്ന ബ്രാൻഡ്, കാറൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇന്ത്യയിലില്ലാതെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രാൻഡ് പൊട്ടയെന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടാസ് തന്നെ ആയിരിക്കും ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ സ്റ്റാറിലേക്ക് പോകും. ബ്ലൂ സ്റ്റാറിനുണ്ട് ഈ സർവീസ് ഇഷ്യൂ. എൻ്റെ ഒരു ബ്ലൂ സ്റ്റാറിൻ്റെ എയർ പ്യൂരിഫയർ ഉണ്ട്. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്യൂരിഫയർ അതിൻ്റെ ഫിൽട്രേഷൻ മാറ്റാൻ വേണ്ടി അവന്മാരെ വിളിച്ചു തുടങ്ങിയതാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ 6 മാസമായി ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ഒരു തേർഡ് പാർട്ടിയുടെ വിളിച്ചിട്ട്
മാറ്റിപ്പിച്ചു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് വോൾട്ടാസ് ആയാലും കണക്ക് തന്നെ, പക്ഷേ ബ്ലൂ സ്റ്റാറിനായിട്ടും കുറച്ചുകൂടി ഭേദമെന്ന് പറയും മാത്രം വോൾട്ടാസ്. അപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടാസിലേക്ക് പോകാം, അല്ലെങ്കിൽ വോൾട്ടാസ് തന്നെയായിരിക്കും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ വേറെ ബ്രാൻഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹാവൽസിൻ്റെ ലോയിഡ് ബ്രാൻഡ് ഉണ്ട്. അതും നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ ലോയിഡിലേക്ക് പോകട്ടെ. ലോയിഡിൽ ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ഫീച്ചേഴ്സ് ഒക്കെ തരുന്ന ബ്രാൻഡുകൾ മോഡൽസുകൾ ഉണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ്. നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പക്ഷേ ഏറ്റവും ടോപ്പായിട്ട് റെക്കമെൻഡ് ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് പാനസോണിക്, LG, ഡൈക്കിനാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ റേഞ്ചിൽ നിങ്ങൾക്ക് മറ്റേ ഹാവൽസിൻ്റെ ലോയിഡൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ തീരെ റെക്കമെൻഡ് അല്ല. അതിനായിട്ടൊക്കെ പ്രൈസ് കുറഞ്ഞ് നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ വോൾട്ടാസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് എമൗണ്ടിൽ വാല്യൂ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, പ്രോബ്ലം ഒന്നുമില്ല. സർവീസ് ഇഷ്യൂ എന്തായാലും ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിൻ പോയിന്റ്സ് നോക്കേണ്ട സംഭവം. ഈ മിനിമം പോയിന്റ്സ് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലേക്ക് പറ്റിയ കറക്റ്റായിട്ടുള്ള AC തന്നെ വാങ്ങിക്കാം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് നമ്മുടെ പാനസോണിക്കിൻ്റെയും അതുപോലെ തന്നെ ഇതുപോലത്തെ റെക്കമെൻഡ്. പിന്നെ കാരിയറിൻ്റെ AC കുറേ പേര് ചോദിക്കാറുണ്ട്. കാരിയർ നല്ല ബ്രാൻഡ് തന്നെയാണ്, ഫോറിൻ ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ അതിനും ചെറുതായിട്ട് ഒരു സർവീസ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. എല്ലാ ഏരിയയിലും സർവീസ് ഇല്ല. പിന്നെ വരുന്നത് തന്നെ അതിൻ്റെ തേർഡ് പാർട്ടി സർവീസുകളാണ്. അപ്പോൾ തേർഡ് പാർട്ടി സർവീസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അവർ കുറേ ഉടായ്പ കാണിക്കും, ചിലപ്പോൾ ക്യാഷ് എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ചോദിക്കും, അങ്ങനെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സർവീസ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അവർക്ക് മിക്ക ഏരിയയിലും ഇവർക്കൊക്കെ തേർഡ് പാർട്ടി സർവീസുകളാണ് കുഴപ്പം. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത ഡയറക്റ്റ് സർവീസ് ഉള്ള ഒരു ബ്രാൻഡായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 3 ബ്രാൻഡുകൾ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഓൾറെഡി ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തപ്പി നടക്കണ്ട, ജസ്റ്റ് ആ ഡയറക്റ്റ് കയറി ലിങ്ക് കയറിയിട്ട് ആമസോണിൻ്റെ ലിങ്കാണ്, ഡയറക്റ്റ് കയറി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.